KSTയും ചന്ദ്രയും സംയുക്തമായി സംഘടിപ്പിച്ച CH പ്രതിഭ ക്യൂസ് സീസൺ 7 നടക്കാവ് ഗവൺമെൻറ് ഗേൾസ് സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ നമ്മളോടൊപ്പം വിഘ്നേഷ് ബ്രഹ്മ എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റ് നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. അവൻ്റെ ഫാമിലിയാണ് കൂടെ ഉള്ളത്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് അവരോടൊന്ന് സംസാരിക്കാം. ഹലോ ഹലോ, അവൻ്റെ പേരെന്താ? വിഘ്നേഷ് എവിടുന്നാ വരുന്നേ? മയാണ്, കൊല്ലം ജില്ലയിലെ മയാണ്. വിഘ്നേഷ് ഇത് 2ാം തവണയാണ് സ്റ്റേറ്റിലേക്ക് എത്തുന്നത് കേട്ടോ. മോന് 7 മാസത്തിൽ ഡോക്ടർമാരൊന്നും കണ്ടുപിടിച്ചില്ല. 7 മാസമായപ്പം മോൻ കമന്ന് വീഴുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പനിയൊക്കെ വന്നപ്പോൾ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞ് അവന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു മാഡം വന്ന് മോനെ പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞു മോനെന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി മോനെ MRI എടുത്ത് നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി MRI എടുത്ത് നോക്കിയപ്പോഴാണ് കുഞ്ഞിൻ്റെ കൈയും കാലും പ്രവർത്തിക്കുന്ന ഭാഗത്തിന് 1 സെക്കൻഡ് വയറ്റിൽ കിടന്നപ്പോഴോ സിസേറിയൻ ചെയ്തപ്പോഴോ ഓക്സിജൻ കിട്ടിയില്ല. അങ്ങനെ സംഭവിച്ചതാണ്. അതുകൊണ്ട് മോന് ബുദ്ധിപരമായിട്ടൊരു കുഴപ്പമില്ല. കൈയും കാലും പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാണ്, നടക്കാനും എഴുതാനും ആഹാരം കഴിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അതെല്ലാം ഞങ്ങൾ തന്നെ നോക്കി മോനെ പഠിപ്പിച്ച് എൻ്റെ സമയത്ത് പഠിപ്പിച്ച് അമ്മ ടീച്ചർ ആയിരുന്നു. പിന്നീട് അമ്മ PSC ടെസ്റ്റ് എഴുതിയാണ് ജോലി മേടിച്ച് മോനെ പിന്നെ പഠിപ്പിച്ച്. 2 മക്കളുണ്ട്. മോനെ ഇളയതൊരു മോളോടുണ്ട്. 2 പേരെയും പഠിപ്പിച്ച് ഈ ആക്കി. മോനെ ഒരു 6-7 സർജറി ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്, ഇങ്ങനെ ഇതിന് ഡെവലപ്പ് ആവാൻ വേണ്ടി. അങ്ങനെ അന്ന് തൊട്ടേ ഫിസിയോതെറാപ്പി എല്ലാം ചെയ്ത് ഈ പരുവാക്കി എടുത്തു. അങ്ങനെ കൊണ്ടു നടക്കുക. കഴിഞ്ഞ പ്രാവശ്യം സംസ്ഥാന തലം വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇവന് ജനറലായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുന്നത്? എങ്ങനെയൊക്കെയാണ്? മോന് കൂടുതലായും നമ്മൾ ഈ യൂട്യൂബ് വീഡിയോസ് കാണിക്കും. അപ്പം കൂടുതലും കേട്ടാണ് മോൻ പഠിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഫാക്ട് ഫയൽ, റാങ്ക് ഫയൽ അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ റെഫർ ചെയ്ത് കാര്യങ്ങൾ അവന് പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മോൻ കേട്ടാണ് പഠിക്കുന്നത്. പിന്നെ ഇവന് വായിക്കാൻ അറിയാം, പക്ഷേ അതിനവന് ഒരുപാട് സമയമെടുക്കും. കാര്യം ഈ ചലനപരമായ പ്രശ്നം അവന് കാഴ്ചയ്ക്കും ഉണ്ട്. അപ്പോൾ ഈ വരികൾ, അക്ഷരങ്ങളൊക്കെ അവൻ കോർഡിനേറ്റ് ചെയ്ത് എടുക്കാൻ അവന് ഒരുപാട് സമയമെടുക്കും. അത് കാരണം കൂടുതലും പാഠഭാഗങ്ങളായാലും ക്വിസ് പോലുള്ള കാര്യങ്ങളായാലും നമ്മൾ വായിച്ച് അതിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞു കൊടുത്താണ് മോനെ പഠിപ്പിക്കുന്നത്. മോനെ എത്രയിലാ പഠിക്കുന്നേ? 5-ലാ. കൂട്ടുകാരൊക്കെ ഉണ്ടോ സ്കൂളിൽ? മേലെ മേലെ ഏതെങ്കിലും നീതു കഥ പിള്ളയെ മതം വെങ്ങനെ ചോട്ടി തങ്കലും പൂരി താടിക്കാലിയും മക്കി മകിലെടുത്താത്ത കടകടയെന്ന് പടുത്താത്ത. പിന്നെ ഇപ്പൊ മത്സരം കഴിഞ്ഞു, എന്താണ് പ്രതീക്ഷകളൊക്കെ? എന്താണ് അങ്ങനെ മോന് എന്താണ് മോന് കിട്ടുന്നതെന്ന് വെച്ചാൽ അതും സന്തോഷത്തോടെ സ്വീകരിക്കുക. എന്തായാലും സമ്മാനം ഉണ്ടാവും കേട്ടോ. സമ്മാനം കിട്ടാവും. പിന്നെ ഇപ്പൊ ഇതുപോലെ ഉള്ള ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഒരു പ്രചോദനമായിരിക്കും വിഘ്നേഷ്. അപ്പൊ ആ കുട്ടികളോടും ആ കുട്ടികളുടെ രക്ഷിതാക്കളോടും എന്തൊക്കെയാണ് പറയാനുള്ളത്? കുട്ടികളോട് ഇത്രയും ഇതായിട്ട് ഒരു കുഞ്ഞിനെ ദൈവം കൊടുക്കല്ലേ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഇത്രത്തോളം ഞങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് ഈ പരിപാടി. സാധാരണ പാരൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലുള്ള കുട്ടികളെന്ന് വെച്ചാൽ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാറില്ല. പക്ഷേ ഈ കുട്ടികൾക്ക് അവരറിയാത്ത ഒരുപാട്, മറ്റുള്ളവർക്ക് അറിയാൻ കഴിയാത്ത ഒരുപാട് ടാലൻസ് ഒരുപക്ഷെ ഈ കുട്ടികൾക്ക് ഉണ്ടാവും. അത് നമ്മൾ കണ്ടെത്തി ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയാണെങ്കിൽ ഇത്തരം കുട്ടികൾക്ക് തീർച്ചയായും മുഖ്യധാരയിലേക്ക് വരാൻ കഴിയും. വിഘ്നേഷ് ബ്രഹ്മയുടെ ഫാമിലിയാണ് നമ്മളോടൊപ്പം കൂടിയത്. എന്തായാലും ചന്ദ്രികയോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന് നന്ദി.